ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നമ്മൾ ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു അത്ഭുത ദിവസം, അതായത് പുരട്ടാസി മാസത്തിലെ ആദ്യത്തെ ദിവസം. എന്താണ് പുരട്ടാസി മാസം? നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന, അതായത് വർഷങ്ങളായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം പുരട്ടാസി വ്രതത്തിൻ്റെ മഹാത്മ്യങ്ങളെക്കുറിച്ച്. പുരട്ടാസി എന്ന് പറയുന്നത് കന്നിമാസത്തെയാണ് പറയുന്നത്. ഈ കന്നിമാസം തിരുപ്പതി വെങ്കടാചലപതിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ്. കൃഷ്ണ ഭഗവാൻ പറയുന്ന ഒന്നാണ്, മാസങ്ങളിൽ ഞാൻ മാർഗഴിയാണ് എന്ന്. മാർഗഴി മാസത്തിന് എത്രമാത്രം പ്രത്യേകതകളുണ്ടോ അതേ പ്രത്യേകത തന്നെയാണ് പുരട്ടാസി മാസത്തിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ വഴിപാടിനും വെങ്കടാചലപതി ഭഗവാന്റെ വഴിപാടിനും ഉള്ളത്. കാരണം സാക്ഷാൽ വെങ്കടാചലപതി ഭഗവാൻ അവതാരമെടുത്ത ഒരു മാസമാണ് കന്നിമാസം. കന്നിമാസത്തിലെ തിരുവോണ നക്ഷത്രത്തിലാണ് ഭഗവാന്റെ അവതാരമായിട്ട് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കന്നിമാസത്തിന് വെങ്കടാചലപതി ഭഗവാന്റെ വഴിപാടുകൾക്കും പൂജകൾക്കും മന്ത്രജപങ്ങൾക്കും നാമങ്ങൾക്കും എല്ലാം തന്നെ അതിവിശേഷമാണ്. സാധാരണ നമ്മുടെ ഏതൊരു പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുവാനും നമ്മൾ തിരുപ്പതി വെങ്കിടേശ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി. അതുപോലെ തന്നെ തിരുപ്പതി വെങ്കിടേശ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ മാസം എന്ന് പറയുന്നത് ഈ പുരട്ടാസി മാസമാണ്. പുരട്ടാസി മാസത്തിൽ നമ്മൾ തിരുപ്പതിയിലേക്ക് പോകുന്നവർക്ക് അറിയുവാൻ സാധിക്കും, എല്ലാ ദിവസങ്ങളിലും തിരുപ്പതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ തിരക്കുകൾ ഉണ്ടാകുമെങ്കിലും കൂടി ഈ പുരട്ടാസി മാസം എന്ന് പറയുമ്പോൾ അതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ തിരുപ്പതി ഏഴുമലയാനെ കാണുവാൻ ഭക്തജനങ്ങൾ കൂട്ടം കൂട്ടമായി പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ പുരട്ടാസി മാസം എന്ന് പറയുന്നത്. അതിലും ഏറ്റവും പ്രധാനമായിട്ടും ശനിയാഴ്ച. ഇതിൻ്റെ കഥകളെല്ലാം ഞാൻ തുടർച്ചയായിട്ട് പറയാം. എന്തുകൊണ്ടാണ് ശനിയാഴ്ച ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതെല്ലാം ഞാൻ വഴിയെ നിങ്ങളോട് പറയാം. അതുപോലെ തന്നെ നമ്മൾ പുരട്ടാസി മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കഥകളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഇടുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ തിരുപ്പതി ഭഗവാന്റെ വെങ്കിടേശ്വര പുരാണത്തിൻ്റെ കഥകൾ, ചരിത്ര മാഹാത്മ്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് പലർക്കും അറിയുവാൻ സാധിക്കും, ചിലരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഭഗവാനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഗോവിന്ദ എന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഭഗവാനെക്കുറിച്ചുള്ള കഥകളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. ഈ പുരട്ടാസി മാസം മുഴുവൻ നമുക്ക് ഗോവിന്ദ നാമങ്ങൾ ചൊല്ലാം, ഗോവിന്ദ ഭജനങ്ങൾ ചെയ്യാം, ഗോവിന്ദ വഴിപാട് ചെയ്യാം. ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ഒരുപാട് നാമങ്ങളും കീർത്തനങ്ങളും എല്ലാം ചൊല്ലാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത് നാളെ പുരട്ടാസി മാസം ആരംഭിക്കുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഏകാദശിയും കൂടി വരുന്നതാണ്. മാത്രമല്ല കന്നിമാസം എന്ന് പറയുന്നത് ബുധ ഭഗവാന്റെ ആധിക്യം നിറഞ്ഞ ഒരു മാസമായിട്ടാണ് പറയപ്പെടുന്നത്. ബുധ ഭഗവാന്റെ ആധിക്യം നിറഞ്ഞ ഒരു മാസം തുടങ്ങുന്നത് തന്നെ ബുധനാഴ്ച ദിവസമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിട്ടാണ് നമ്മുടെ ഈ പുരട്ടാസി മാസത്തിൻ്റെ തുടക്കം തന്നെ വരുന്നത്. നമ്മളെല്ലാവരും കഴിവതും ഇന്നു തന്നെ വീടുകളെല്ലാം വൃത്തിയാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് ചൊവ്വാഴ്ച ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഇന്നലെ തന്നെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടാകും. ഇനി അഥവാ വീടൊന്നും വൃത്തിയാക്കാത്തവരുണ്ടെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് വീടെല്ലാം വൃത്തിയാക്കി നമ്മുടെ പൂജാമുറിയിൽ ഭഗവാന്റെ തിരുരൂപം ഉണ്ടെങ്കിൽ തിരുരൂപത്തിൽ, അല്ലെങ്കിൽ പടമുണ്ടെങ്കിൽ പടത്തിൽ, ഇനി വെങ്കടാചലപതി ഭഗവാന്റെ പടമില്ല എന്ന് പറയുന്നവരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുളസി മാല ചാർത്തി ഭഗവാന്റെ തിരുമുന്നിൽ നെയ്ദീപം തെളിയിച്ച് നമ്മൾ ഭഗവാന് നൈവേദ്യമായിട്ട് എന്താണ് വെക്കേണ്ടത്? ഭഗവാൻ എപ്പോഴും പ്രിയം എന്ന് പറയുന്നത് തീർത്ഥമാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട തീർത്ഥം ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം, അതിൽ പച്ചക്കർപ്പൂരം പൊടിച്ചിടുക, 2 തുളസി ഇലകൾ ഇടുക, അതിനോടൊപ്പം തന്നെ നമുക്ക് 2 ഏലക്കായും ഇട്ട് ഭഗവാന്റെ മുന്നിൽ വയ്ക്കുക. ഇനി നമ്മളെ കൊണ്ട് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ വെക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക. 2 വെറ്റിലയും അടക്കിയും വെച്ച് നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ എന്തെല്ലാം നമുക്കറിയാമോ അതെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഏത് തരത്തിലുള്ള തടസ്സങ്ങളാണ്, ദുഃഖങ്ങളാണ്, പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിലും ഭഗവാനെ ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും, എല്ലാ വേദനകളും, എല്ലാ കടങ്ങളും, എല്ലാ കഷ്ടപ്പാടുകളും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു. അങ്ങ് എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുമെന്ന പരിപൂർണ വിശ്വാസത്തോടു കൂടി ഒരു മാസത്തിൻ്റെ തുടക്കമായ ഇന്ന്, പുരട്ടാസി മാസത്തിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് ഞാൻ ഭഗവാനെ അങ്ങയിൽ ശരണാഗതി അടയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ കുബേര ഭഗവാന്റെ
അനുഗ്രഹം ഉണ്ടാകും. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് വഴിപാടുകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു അത്ഭുത മാസമാണ് നാളെ തുടങ്ങുന്നത്. ഈ ഒരു മാസത്തിൽ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കും. എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നാൽ, നോൺ വെജ് കഴിക്കാതെ നമ്മൾ ഈ ഒരു മാസം മുഴുവൻ എല്ലാ ദിവസങ്ങളിലും ഭഗവത് പൂജകൾ ചെയ്ത് ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം നമ്മുടെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. നോൺ വെജ് കഴിച്ചതുകൊണ്ട് നമുക്ക് വ്രതമാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു മാസം സാധാരണ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളിൽ പുരട്ടാസി മാസത്തിൽ നോൺ വെജ് കഴിക്കാറില്ല. ഇനി അഥവാ അത് ഒഴിവാക്കാൻ സാധിക്കാത്ത ചിലരുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവർ ശനിയാഴ്ചകളിൽ നോൺ വെജ് കഴിക്കാതെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടാകും. ഇനി എല്ലാ ദിവസങ്ങളിലും വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ 5 ശനിയാഴ്ച വരും. നമുക്ക് ഈ ഒരു പുരട്ടാസി മാസം എന്ന് പറയുമ്പോൾ 5 ശനിയാഴ്ച വരുന്നുണ്ട്. ഈ 5 ശനിയാഴ്ചകളിലും വ്രതം അനുഷ്ഠിക്കുക. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചും, ഇനി അരിയാഹാരം കഴിക്കാതെയും നീരാഹാരം മാത്രം കഴിച്ചും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചും അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരാഴ്ച നമ്മൾ തളിക ഇടേണ്ടതാണ്. തളിക ഇടേണ്ടത് എങ്ങനെയെന്നെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ചുരുക്കി പറയാം. വ്രതം ഇരുന്ന് നമ്മുടെ വീട്ടിലെ ഭഗവാന്റെ തിരുരൂപത്തിന് മുന്നിൽ 7 വിധത്തിലുള്ള ഭക്ഷണങ്ങൾ, പുളിസാദം, തൈര് സാദം, ലെമൺ സാദം, തേങ്ങാ സാദം, അതുപോലെ തന്നെ പുതിന സാദം, ശർക്കര പൊങ്കൽ, ചുണ്ടൽ എന്നിവ വെച്ച് നമ്മൾ ഭഗവാനെ വഴിപാട് ചെയ്യാവുന്നതാണ്. അത് ഒന്നുകിൽ നമുക്ക് ആദ്യത്തെ ശനിയാഴ്ച ചെയ്യാം, അല്ലെങ്കിൽ 3-ാം ശനിയാഴ്ച ചെയ്യാം, അല്ലെങ്കിൽ 5-ാമത്തെ ശനിയാഴ്ച ചെയ്യാം. ഓരോരുത്തരുടെ വീടുകളിലും ഓരോ രീതിയിലായിരിക്കും. അതായത് ഈ ഒരു മാസം മുഴുവൻ ഗോവിന്ദനാമം നമ്മൾ ഭജിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. പണ്ടുള്ളവരെല്ലാവരും തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ കുളിച്ച് മഞ്ഞൾ നിറത്തിലുള്ള സാരിയോ അല്ലെങ്കിൽ മഞ്ഞൾ നിറത്തിലുള്ള വസ്ത്രമോ ധരിച്ച് നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നമുക്കറിയാത്ത ഭാഗത്തുള്ള വീടുകളിൽ പോയി ഒരു പാത്രത്തിൽ ഗോവിന്ദൻ്റെ തിരുനാമം വരച്ച് ഗോവിന്ദ ഗോവിന്ദ എന്ന് ഓരോ വീടുകളിലും പോയിട്ട് അരിയോ പണമോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ അവർ തരാൻ ആഗ്രഹിക്കുന്നത് അത് വാങ്ങിച്ചു കൊണ്ടുവന്ന്, പണമാണെങ്കിൽ അതിൽ നിന്നും അരി വാങ്ങിച്ച് ആ അരി കൊണ്ട് ഭഗവാന് നൈവേദ്യം ഉണ്ടാക്കി അത് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം വ്രതം മുറിക്കുന്ന ശീലവുമുണ്ട്. ഇത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുഖാന്തരം അനുഭവിക്കുന്നവർ മടിപ്പിച്ച എന്ന് പറയും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ വെറുതെ ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് മടിപ്പിച്ചയെക്കുറിച്ച് പറയുമോ എന്ന്. അങ്ങനെ മടിപ്പിച്ച എടുത്തു കൊണ്ടുവന്ന് നമ്മൾ ഈ രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത് ഭഗവാന് തളികയിട്ട് അത് നൈവേദ്യമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ കോടാനുകോടി പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയെല്ലാം പണ്ടുകാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം എല്ലാവരും ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള അരിയെടുത്ത് നമുക്ക് ഭഗവാന് നൈവേദ്യം സമർപ്പിച്ച് അത് നമുക്ക് ഭഗവാന്റെ മുൻപിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഗോവിന്ദനാമം ഉച്ചരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് ഇനി ശനിയാഴ്ച ഇത്രയും പ്രാധാന്യം അറിയിക്കുന്നതെന്നാൽ, എങ്ങനെയാണോ നമ്മുടെ തിരുപ്പതി ബാലാജിയുടെ ജന്മമാസമായിട്ട് ഈ പുരട്ടാസി മാസത്തെ പറയുന്നത്, അതായത് പുരട്ടാസി മാസത്തിലെ തിരുവോണ നക്ഷത്രത്തിലാണ് ഭഗവാൻ അവതാരമെടുത്തത്, അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും കണ്ടു ഭയക്കുന്ന ഒരു ഭഗവാനാണ് ശനീശ്വര ഭഗവാൻ എന്ന് പറയുന്നത്. എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു ഭഗവാനാണ് ശനീശ്വര ഭഗവാൻ എങ്കിലും പോലും ഭഗവാന് ഒരു വലിയ സങ്കടമുണ്ടായിരുന്നു. എന്നെ മാത്രം ഏത് ഭക്തജനങ്ങളും വന്ന് തൊഴുതുന്നില്ല, എന്നെ കാണുമ്പോൾ എല്ലാവരും പേടിച്ചു പോകുന്നു എന്നുള്ളൊരു സങ്കടം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ നാരദ മഹർഷിയെ ശനീശ്വര ഭഗവാൻ കാണുവാൻ ഇടയായി. അപ്പോൾ നാരദ മഹർഷി, സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയും നാരദർ കലഹം നന്മയിലേക്ക് എന്നുള്ളത്. നാരദർ പറയുന്നുണ്ട്, എവിടേക്കാണ് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, വെറുതെ ഒന്ന് ഭൂലോകം ചുറ്റി നോക്കാൻ പോവുകയാണ് എന്ന് പറയും ശനീശ്വര ഭഗവാനോട് ഉടൻ തന്നെ നാരദ മഹർഷി പറയും, ഭൂലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ പൊക്കോളൂ, പക്ഷേ നിങ്ങൾ ഒരിക്കലും തിരുവേങ്കടാദ്രിയിലേക്ക് കാലെടുത്ത് കുത്തരുത് എന്ന് പറയും. അപ്പോൾ ശനീശ്വര ഭഗവാന് തോന്നും, നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അത് ചെയ്യാനായിരിക്കും നമുക്ക് എല്ലാവർക്കും താല്പര്യം. അതേ രീതിയിൽ തന്നെ ശനീശ്വര ഭഗവാൻ എന്തുകൊണ്ടാണ് അവിടെ പോകേണ്ട എന്ന് പറയുന്നത് എന്നാൽ, അവിടെ ഉള്ളത് സാക്ഷാൽ ശ്രീ വെങ്കടാചലപതി ഭഗവാനാണ്. അവിടെ ഒരിക്കലും നിങ്ങളെ കൊണ്ട് കാലെടുത്ത് കുത്താൻ സാധിക്കില്ല എന്ന് അവരോട് ഒരു വാശി രൂപേണ പറഞ്ഞപ്പോൾ
ശനീശ്വര ഭഗവാന് അവിടെ പോകുക തന്നെ വേണമെന്നുള്ള ഒരു വാശി കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശനീശ്വര ഭഗവാൻ തിരുമലയിൽ കാലെടുത്തു വെച്ചു. തിരുമലയിൽ ഒന്നാം പാദം എടുത്തു വെക്കുമ്പോഴേക്കും നമ്മുടെ സാക്ഷാൽ വെങ്കടാചലപതി ഭഗവാൻ ശനീശ്വര ഭഗവാന്റെ മുന്നിൽ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ശനീശ്വര ഭഗവാനാകട്ടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം ആരാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്? സാക്ഷാൽ എമ്പെരുമാൻ ഗോവിന്ദനെ കാണാനായിട്ട് അനേകായിരം പേർ കാത്തു നിൽക്കുന്ന സമയത്ത് തൻ്റെ മുന്നിൽ തൻ്റെ ഭഗവാൻ വന്ന് നിൽക്കുന്നു എന്നുള്ള ആ ധാരണയോടുകൂടി ഇരു കൈയും കൂപ്പി ഭഗവാനെ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ആ തൃപ്പാദത്തിലേക്ക് ശരണാഗതി അടയുകയാണ് ചെയ്യുന്നത്. തൻ്റെ കാൽക്കൽ വീണിരിക്കുന്ന ശനീശ്വര ഭഗവാനെ വെങ്കടാചലപതി ഭഗവാൻ എഴുന്നേൽപ്പിച്ച് ചോദിച്ചു, എന്തു വരമാണ് വേണ്ടത് എന്ന്. അതിന് ഉത്തരമായിട്ട് തൻ്റെ മനസ്സിലുള്ള ഒരു ദുഃഖമാണ്, തന്നെ ആരും തന്നെ കാണുവാൻ വരുന്നില്ല, തന്നെ ആരും തന്നെ ഭക്തിയോടുകൂടി തൊഴുതുന്നില്ല, എല്ലാവരും തന്നെ കണ്ടാൽ ഭയന്നോടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ശനീശ്വര ഭഗവാന് വേണ്ടി വെങ്കടാചലപതി ഭഗവാൻ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, എന്നെ കാണുവാൻ വേണ്ടി പടി കയറി മലകൾ കയറി വരുന്ന തൻ്റെ ഭക്തജനങ്ങളെ താൻ ഒരിക്കലും ഏതൊരു വിധത്തിലും ദോഷങ്ങൾ വരുത്തരുത്. അങ്ങനെയാകുമ്പോൾ ആ ഒരു ദോഷങ്ങൾ ഇല്ലാതാകുവാൻ വേണ്ടി എനിക്കെന്ന് മാറ്റിവെച്ച ഒരു മാസമായ ഈ പുരട്ടാസി മാസത്തിലെ എല്ലാ ശനിയാഴ്ചകളിലും അങ്ങയെയും കാണുവാൻ വരട്ടെ എന്ന് വെങ്കടാചലപതി ഭഗവാൻ ശനീശ്വര ഭഗവാന് അനുഗ്രഹം നൽകുന്നു. സന്തോഷത്തോടുകൂടി ആ ഒരു വരത്തെ സ്വീകരിച്ച ശനീശ്വര ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാനെ അങ്ങയെ വിശ്വസിച്ച് അങ്ങയെ കാണുവാൻ പടികൾ കയറി മലകൾ കയറി വരുന്ന ഭക്തരെ മാത്രമല്ല, വീടുകളിൽ ഇരുന്നു കൊണ്ടും ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് ഗോവിന്ദനാമം മുഴങ്ങുന്ന ഏതൊരു വ്യക്തികളെയും ഞാൻ എൻ്റെ ദോഷം മുഖാന്തരം കഷ്ടപ്പെടുത്തില്ല എന്നുള്ളൊരു വാക്ക് ശനീശ്വര ഭഗവാൻ വെങ്കടാചലപതി ഭഗവാന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ശനിദോഷങ്ങളുണ്ടെങ്കിലും അല്ല, നമുക്ക് എന്ത് തന്നെ ജീവിതത്തിൽ ദോഷങ്ങളുണ്ടെങ്കിലും ആ ദോഷങ്ങളെ നിവർത്തി ചെയ്യുവാൻ വേണ്ടി ഗോവിന്ദനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പണത്തിൻ്റെ ദേവൻ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും നമുക്ക് വെങ്കടാചലപതി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതും പ്രധാനമായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ. അങ്ങനെയാണ് ശനിയാഴ്ച ദിവസത്തിന് ഇത്രയും പ്രത്യേകത ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ പുരട്ടാസി മാസം മുഴുവൻ വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ പോലും ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് ഗോവിന്ദനാമം ഭജിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ അവർ എന്താണോ ആഗ്രഹിച്ചത് അത് നിറവേറിക്കിട്ടും, അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും, അവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. മാത്രമല്ല, പുഷ്പങ്ങൾ കൊണ്ടും പൂജകൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും, അലങ്കാരപ്രിയനാണെങ്കിൽ പോലും അലങ്കാരങ്ങൾ കൊണ്ടും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നൊന്നും നമുക്ക് എവിടെയും പറഞ്ഞു വച്ചിട്ടില്ല. അതിനൊരു ഉദാഹരണം ഞാൻ ഇവിടെ പറയാം. തൊണ്ടമാൻ രാജാവ് രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ആ പട്ടണത്തിൽ ഭീമൻ എന്നുള്ളൊരു കുശവനുണ്ടായിരുന്നു. അവരും അവരുടെ ഭാര്യയും അവിടെ മൺപാത്രങ്ങൾ നിർമ്മിച്ച് അതിൽ നിന്നും കൊണ്ടുണ്ടാക്കുന്ന വരുമാന മാർഗം കൊണ്ടാണ് ജീവിച്ചു വന്നിരുന്നത്. പക്ഷേ അവർ രണ്ടുപേരും തീവ്ര പെരുമാൾ ഭക്തരായിരുന്നു. അവർ രണ്ടുപേർക്കും പെരുമാൾ ക്ഷേത്ര ദർശനം നടത്തണം, ഭഗവാനെ സേവിക്കണം, ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലണം, ഭഗവത് പൂജകൾ ചെയ്യണമെന്നെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കതിനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. ജോലിയെ ഉപേക്ഷിച്ച് അവർ ഭഗവാനെ കാണുവാൻ പോകാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല, അതിനുള്ള വരുമാന മാർഗവും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിത്യവും ഭഗവാന്റെ തിരുനാമങ്ങൾ മാത്രം ജപിച്ചുകൊണ്ട് കിടക്കുകയാണ് പതിവ്. അവർക്ക് പുരട്ടാസി വ്രതമെടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ പുരട്ടാസി മാസത്തിൽ ഭഗവാനെ ദർശനം ചെയ്യുന്നത് ഏറ്റവും വലിയ പുണ്യമാണല്ലോ. അങ്ങനെ ഭഗവാനെ ദിവസവും പോയി ദർശനം ചെയ്യാൻ സാധിക്കില്ല എന്ന കാരണം കൊണ്ട് താൻ ഉണ്ടാക്കുന്ന കളിമണ്ണിൽ നിന്നും, അതായത് താൻ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കുന്ന ആളാണല്ലോ, ആ കളിമണ്ണിൽ നിന്നും ഒരു വെങ്കടാചലപതി ഭഗവാന്റെ തിരുരൂപം ഉണ്ടാക്കി തൻ്റെ വീട്ടിൽ വെച്ച് വഴിപാടുകൾ ചെയ്യുന്നു. തിരുരൂപം വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യുകയാണെങ്കിലും ഒരു പടം വെച്ച് വഴിപാട് ചെയ്യുകയാണെങ്കിലും അതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള പുഷ്പങ്ങൾ വേണം. ആ പൂക്കൾ വാങ്ങിക്കുവാൻ പോലുമുള്ള പണം ആരുടെ കയ്യിലില്ല? നമ്മുടെ ഭീമൻ എന്നുള്ള ഈ കുശവൻ്റെ കയ്യിലും ഭാര്യയുടെ കയ്യിലുമില്ല. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഈ ഭീമന് ഒരു ആലോചന മനസ്സിൽ തോന്നി. അവർ മൺപാത്രം നിർമ്മിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ബാക്കി വൈകുന്നേരമാകുമ്പോഴേക്കും വരും. അതുകൊണ്ട് പുഷ്പങ്ങൾ പോലെ ആ കളിമൺ കൊണ്ടുണ്ടാക്കി അതിനെ ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിച്ച് ഒരു മാല രൂപത്തിൽ കെട്ടി അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വന്നു. ഇങ്ങനെയാകുന്ന സമയത്ത് അവർക്ക് മനസ്സിന് തൃപ്തികൾ തോന്നുകയും അതുപോലെ തന്നെ അവരുടെ ഒരു സന്തോഷം തോന്നുകയും ചെയ്തു. പക്ഷേ ഇതേ സമയത്ത് തൊണ്ടമാൻ രാജാവ് തിരുപ്പതി വെങ്കടാചലപതി ഭഗവാന് ഒരു സ്വർണ്ണ മാല
സമ്മാനമായിട്ട് കൊടുത്തിരുന്നു. അതായത് താൻ ഒരു രാജാവാണ്, രാജാവിന് ഭഗവാന് എന്തു വേണമെങ്കിലും സമർപ്പിക്കാനുള്ള ആ ഒരു സാമ്പത്തികമുണ്ട്, അത് കൊടുത്തിരുന്നു. ഒരു ദിവസം ആ മാല താന്ത്രികൾ ആ മാല ഭഗവാന് സമർപ്പിച്ച് നടയെല്ലാം അടച്ച് വീട്ടിലേക്ക് പോയി. പക്ഷെ പിറ്റേന്ന് വന്ന് നോക്കുന്ന സമയത്ത് ഭഗവാന്റെ കഴുത്തിൽ തിരുമാല ഇല്ല, പകരം മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഒരു മാലയാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ട് രാജാവ് വിവരമറിയുകയും രാജാവ് ഭക്തജനങ്ങളോടൊപ്പം തന്നെ അവിടെയുള്ള പൂജാരിമാരെ സംശയിക്കുകയും ചെയ്തു. പക്ഷേ ആ ദിവസം തന്നെ രാത്രിയിൽ തൊണ്ടമാൻ രാജാവ് ഉറങ്ങുന്ന സമയത്ത് ഗോവിന്ദ ഭഗവാൻ സ്വപ്ന ദർശനം നൽകി തൻ്റെ തീവ്ര ഭക്തനായ മൺപാത്ര നിർമ്മാണിയായ ഭീമൻ തനിക്ക് തന്ന മാലയാണ് താൻ അണിഞ്ഞിരിക്കുന്നത് എന്ന് രാജാവ് ആ ഭക്തന് വേണ്ട സകല സൗഭാഗ്യങ്ങളും ചെയ്തു കൊടുക്കണം, സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്നും സ്വപ്ന ദർശനം നൽകി പറയുകയാണ് ചെയ്തത്. ഉടൻ തന്നെ തൊണ്ടമാൻ രാജാവ് മൺപാത്ര നിർമ്മാണിയായ ഭീമനെ കണ്ടെത്തുകയും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് കുറേ പണങ്ങളും അതുപോലെ തന്നെ സമ്മാനങ്ങളും എല്ലാം നൽകുകയും ചെയ്തു. മാത്രമല്ല ഇന്നും തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ, അതായത് തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തിൽ ഭഗവാന്റെ നൈവേദ്യം എന്ന് പറയുന്നത് എത്ര വലിയ കോടീശ്വര ഭഗവാനാണ് എന്ന് ഈ എല്ലാവരും പറയുകയാണെങ്കിൽ പോലും ഭഗവാൻ ഇന്നും നൈവേദ്യമായിട്ട് സ്വീകരിക്കുന്ന ഒന്നാണ് പുതിയ മൺപാത്രത്തിൽ കൊടുക്കുന്ന തൈർ സാദം എന്ന് പറയുന്നത്. നമ്മളെല്ലാമാണ് പറയുന്നത് ഭഗവാൻ കോടീശ്വരനാണ് എന്ന്. തീർച്ചയായിട്ടും ഭഗവാൻ കോടീശ്വരനാണ്. പക്ഷേ കോടീശ്വരനാണെങ്കിൽ പോലും ഭഗവാൻ കഴിക്കുന്നത് എത്ര എളിമയായ ഒരു ഭക്ഷണമാണ്. ചിന്തിച്ചു നോക്കൂ. പണം, കാശ്, പദവി ഇതിലൊന്നുമല്ല കാര്യം. മനസ്സിലെ ശുദ്ധമായ ഭക്തി മാത്രമാണ് ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പുരട്ടാസി മാസമാണ് നാളെ തുടങ്ങുന്നത്. നാളെ ദീപം തെളിയിക്കുവാൻ പറ്റിയ അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ 7:20 വരെയും അതുപോലെ തന്നെ രാവിലെ 9 മണി മുതൽ 10:20 വരെയും, മാത്രമല്ല വൈകുന്നേരം 6 മണിക്ക് ശേഷവും നമ്മൾ വീടുകളിൽ ദീപം തെളിയിക്കാം. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പറയാം. നിങ്ങൾ വഴിപാടുകൾ ചെയ്യുന്നുണ്ടോ, മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടോ, പൂജകൾ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ഒരു ഭാഗത്തിരുന്നോട്ടെ. നിത്യവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓം നമോ നാരായണ, ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ദിവസവും എഴുതി കിടക്കുക. ഈ ഒരു മാസം മുഴുവൻ ഓം നമോ നാരായണ, ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം എഴുതി കിടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനും അപ്പുറം നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തും. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതല്ല നമുക്ക് ഭഗവാൻ തരുന്നത്. പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള ഒരു ജീവിതം ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കും. നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരും, ദുഃഖങ്ങൾ ഇല്ലാതാക്കും, ദുരിതങ്ങൾ മാറ്റിത്തരും, നമുക്ക് വേണ്ട സമ്പത്ത് തന്നനുഗ്രഹിക്കും. സമ്പത്തിൻ്റെ അധിപനാണ്, കോടീശ്വര ഭഗവാനാണ് തിരുപ്പതി വെങ്കടാചലപതി ഭഗവാൻ. ഒരുപാട് തൊഴിലധിപർ ഭഗവാനെ ദർശനം ചെയ്യുവാൻ വരുന്നുണ്ട്. അതിലും പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങൾ മാത്രം തെറ്റുകൾ ചെയ്യുന്ന ഏതൊരു ഭക്തരും ആ ദിവസങ്ങളിൽ ഭഗവാനെ കാണാൻ പോകില്ല എന്നാണ് പറയുന്നത്. കാരണം അന്ന് മാത്രമാണ് ഭഗവാൻ നേത്ര ദർശനം തന്നെ നമ്മളെ നോക്കുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഭഗവാനെ നോക്കുന്നു, വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രം ഭഗവാൻ നമ്മളെ നോക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് കഥകൾ നമ്മൾ ഈ ഒരു മാസം മുഴുവൻ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ഒരു ദിവസം പോലും വിടാതെ എഴുതി നോക്കൂ. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, ഉറപ്പിച്ച് പറയാം. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നിങ്ങളുടെ ജീവിതം മാറണോ, മാറ്റിത്തരും ഭഗവാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കണോ, നേടിത്തരും ഭഗവാൻ. എല്ലാം നമ്മുടെ തിരുപ്പതി ഏഴുമലയാൻ നോക്കും. ഭഗവാന് വേണ്ടി സമർപ്പിച്ച ഈ ഒരു മാസത്തിൽ കഴിവതും നോൺ വെജുകൾ കഴിക്കാതെ വ്രതശുദ്ധിയോടുകൂടി ഭഗവത് നാമങ്ങൾ ജപിച്ച്, ഭഗവാന്റെ കീർത്തനങ്ങൾ ജപിച്ച്, വെങ്കിട്ടേശ്വര മന്ത്രങ്ങൾ ജപിച്ച്, മാത്രമല്ല വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. നമുക്ക് ഭഗവാനെക്കുറിച്ച് ഒരു മന്ത്രവും അറിയില്ലെങ്കിൽ ഗോവിന്ദ എന്ന് വിളിക്കൂ. ഗോവിന്ദ എന്ന് വിളിച്ചാൽ ഗോവിന്ദൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. ഇങ്ങനെ നിങ്ങൾ വളരെ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്ക് സ്വപ്ന ദർശനം തരും. സമ്മാനങ്ങൾ നമുക്ക്, അതായത് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ഇതെല്ലാം ഭഗവാൻ നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ പുരട്ടാസി മുഴുവൻ നമുക്ക് ഭഗവാന്റെ തിരുനാമങ്ങളും അതുപോലെ തന്നെ മന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് തുടങ്ങാം. നാളെ ഒരു നല്ല തുടക്കമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണും. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ,
ഓം നമോ വെങ്കിട്ടേശായ നമഃ.